കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ബാലചന്ദ്രനും രാജേശ്വരിയും തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരിയുടെയും ബാലചന്ദ്രൻ്റെയും മനസ്സിലിരിപ്പ് ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കുന്നു. തന്നെയല്ല, തൻ്റെ സ്വത്തിനെ മാത്രമാണ് രാജേശ്വരി സ്നേഹിച്ചതെന്ന് മനസ്സിലാക്കുന്ന ഗോപാലകൃഷ്ണൻ ആകെ വിഷമിക്കുകയാണ്. പിന്നീട് ശാരദാമ്മയും മക്കളെയും കുറിച്ച് ഓർത്ത് ഗോപാലകൃഷ്ണൻ അങ്ങനെ വിഷമിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള പ്രൊമോയിൽ കാണിക്കുന്നത് രാജേശ്വരി ഗോപാലകൃഷ്ണനോട് പറയുകയാണ്, 10-15 വയസ്സ് മൂപ്പുള്ള ഒരു മുതുക്കനെ രാജേശ്വരി കല്യാണം കഴിച്ചെങ്കിൽ അത് ഒന്നും കണ്ടിട്ടല്ല, സ്വത്തിനു വേണ്ടി തന്നെയാണ്. ഇത് കേൾക്കുന്ന ഗോപാലകൃഷ്ണൻ രാജേശ്വരിയെ അടിക്കാനായി കൈയോങ്ങുകയാണ്. അന്നേരം അത് തടുത്ത ബാലചന്ദ്രൻ ഗോപാലകൃഷ്ണനെ സെറ്റിയിലേക്ക് വലിച്ചിടുന്നു. അതിനുശേഷം ഗോപാലകൃഷ്ണന്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടുകയാണ് ബാലചന്ദ്രൻ. അന്നേരം വേദന കൊണ്ട് പുളയുകയാണ് ഗോപാലകൃഷ്ണൻ. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് അമ്പലത്തിൽ നിൽക്കുന്ന ശാരികയുടെയും ശാരദാമ്മയുടെയും അടുത്തേക്ക് മോളേന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് ഗോപാലകൃഷ്ണൻ. അച്ഛൻ തന്നെ സ്നേഹത്തോടെ മോളേന്ന് വിളിക്കുന്നത് കേട്ട് നോക്കി നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും. പിന്നീട് ഗോപാലകൃഷ്ണന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുന്നു ശാരികയും ശാരദാമ്മയും. എന്നാൽ രാജേശ്വരിയുടെ അടുത്തു നിന്നും തിരികെ ശാരദാമ്മയുടെ അടുക്കിലേക്ക് വരുന്ന ഗോപാലകൃഷ്ണനെ കുടുംബശ്രീ വീട്ടിലേക്ക് കയറ്റുമോ? ബാക്കിയുള്ള എപ്പിസോഡുകൾക്ക് നമുക്ക് കാത്തിരുന്നു കാണാം. ഓക്കെ, താങ്ക്